ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സുന്ദരമുഖം ചുംബിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇനി ചെറുചൂടോടെ തൊണ്ട നനയ്ക്കാൻ അല്പം ചായ വേണമെങ്കിലോ? അതിനും പ്ലാസ്റ്റിക്കാണ് താരം. ആവശ്യം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിനോട് അരിശമാണ്. വലിച്ച് പുറത്തേക്കെറിയും. ഒന്ന് കുറിക്കാൻ വല്ലതും വേണമെങ്കിലും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞത് തന്നെ വേണം. അതും ആവശ്യം കഴിഞ്ഞാൽ പുറത്തേക്കെറിയും. കിലുക്കാമ്പെട്ടി മുതലുള്ള കളിപ്പാവകളും പ്ലാസ്റ്റിക് തന്നെ. കളി കഴിഞ്ഞാൽ കളിപ്പാട്ടം മണ്ണിലേക്ക് വീഴും. പൂക്കളോട് കിന്നാരം പറഞ്ഞിരിക്കുമ്പോൾ ഒരു മിഠായി തിന്നണമെന്ന് തോന്നിയാലോ? എനിക്ക് മുട്ടായി വേണം. അതും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാണ് എത്തുന്നത്. ഇക്കണ്ട പ്ലാസ്റ്റിക് എല്ലാം മണ്ണിൽ വീണ് മണ്ണിനെ മരുഭൂമിയാക്കി അങ്ങനെ കിടക്കും. ഇതിങ്ങനെ വലിച്ചെറിയരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ? ആര് കേൾക്കാൻ? വാങ്ങിച്ചാലും പ്ലാസ്റ്റിക് കിട്ടും. ഞാനിപ്പോൾ എന്തോ ചെയ്യാനാ? പച്ചക്കറി വാങ്ങിച്ചാലേ, പാല് വാങ്ങിച്ചാലേ, മല്ലിപ്പൊടി വാങ്ങിച്ചാലേ, മുളക് പൊടി വെച്ച് ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടി ഇപ്പം ഞാനെന്തോ ചെയ്യാനാ? ശരിയാണ്. തീ കൊളുത്താമെന്ന് വെച്ചാൽ അതുണ്ടാക്കുന്ന പുകില് ചില്ലറയല്ല. വിഷവാതകങ്ങൾ ക്യാൻസറിന് വരെ കാരണമാകുന്നെന്നാണ് പുതിയ പഠനങ്ങൾ. ഇതിനിപ്പോൾ എന്താ വഴി? വഴിയുണ്ടല്ലോ. ആദ്യം വലിച്ചെറിയുന്നത് നിർത്തണം. വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് എല്ലാം ശേഖരിച്ച് വയ്ക്കുക. പഞ്ചായത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക് പൊടിച്ച് റോഡ് ടാർ ചെയ്യുന്ന പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് അവർക്ക് നൽകിയാൽ നമ്മുടെ റോഡിൻ്റെ ആയുസ്സും കൂടും, പരിസരവും വൃത്തിയാകും. പിന്നെ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു സഞ്ചിയോ കവറോ കയ്യിൽ കരുതാൻ മറക്കണ്ട. ഓരോ സാധനവും വാങ്ങുമ്പോൾ ഓരോ കവറ് വീട്ടിലേക്ക് എത്തുന്നത് തടയാമല്ലോ.